നമസ്കാരം. മലയാളി വാർത്ത ടോക്കിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നവർക്കെതിരെയൊക്കെ നല്ല ഭേഷ കൊടുത്തിട്ടുണ്ട്, കണക്കിന് കിട്ടിയിട്ടുണ്ട് രാഹുലിന്റെ കയ്യിൽ നിന്ന് എല്ലാവർക്കും. കാരണം പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോൺഗ്രസിന്റെ യോഗത്തിന് ചേർന്നു. രാഹുൽ എവിടെ പോയാലും ആൾക്കാർക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. അത് ചൊറിച്ചിലങ്ങ് രാഹുൽ മാന്തി തീർത്ത് കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ കോൺഗ്രസിന്റെ രഹസ്യ ചർച്ച അത് വാസ്തവത്തിൽ നടന്നതാണോ? ഇനി കോൺഗ്രസ് രാഹുലിനെ തിരികെ കയറ്റാൻ ശ്രമിക്കുകയാണ്. കാരണം രാഹുൽ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസിന് പാലക്കാട് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു മട്ടുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആർഷയൊക്കെ ഏറെ കയറ്റിയ പ്രശാന്ത് ബാബുവിന്റെ ഒക്കെ കണ്ടപ്പോൾ പ്രശാന്ത് ബാബുവിനോട് വല്ലാതൊരു ആരാധനയൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP-യിലേക്ക് വോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ ഭയന്ന് രാഹുലിനെ ഇറക്കിയാലേ ഇനി കാര്യം നടക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിന്റെ പുറത്ത് രാഹുലിനെ കയറ്റാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? രാഹുൽ ഇന്നലെ പറഞ്ഞ ഒരു വാക്കുണ്ട്, എൻ്റെ ഒരു നോട്ടം കൊണ്ട്, എൻ്റെ ഒരു വാക്കുകൊണ്ട് എന്തൊക്കെ CPM-നും BJP-ക്കും എതിരെ പ്രവർത്തിക്കാമോ അത് ഞാൻ പ്രവർത്തിക്കും, പ്രചരണം നടത്തും അവർക്കെതിരെയായിട്ട്. ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് എന്നെ ആവശ്യമുണ്ടോ ഞാൻ അവിടെ എന്ന് രാഹുൽ പറയുന്നു. ആ വാക്കിൽ തന്നെയുണ്ട് പക്കാ കോൺഗ്രസ്സുകാരൻ എന്നുള്ളത്. ഇനി എത്ര ആക്ഷേപിച്ചാലും VD സതീശനെ എത്ര അടിച്ചു പുറത്താക്കിയാലും രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസ് നേതാവ് അതുപോലെ തന്നെ നിലനിൽക്കുമെന്നുള്ള കോൺഗ്രസ്സുകാരൻ എന്നുള്ള നേതാവും കൂടെ ആണല്ലോ, പക്കാ കോൺഗ്രസ്സുകാരൻ എന്ന് നമുക്ക് പറയാം. പക്കാ കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയാണ് ഇപ്പോൾ രാഹുലിന്റെ സംസാരം. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള എനിക്ക് തോന്നുന്നു പല ആൾക്കാരോടും ഈ പറയുന്ന പല വിഷയങ്ങളുമായിട്ട് മാധ്യമങ്ങൾ പോകാറുണ്ട്. ഈ ചിലവരൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്താലും ഇത്രമാത്രം ഉരുളയ്ക്കുപ്പേരി എന്നുള്ളൊരു മറുപടി പക്ഷെ മറ്റൊരു നേതാക്കൾക്കും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അത് രാഹുലിൻ്റെ ഒരു കഴിവ് തന്നെയാണ്, കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നത്. ഇന്നലെ പാലക്കാട് കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് ഒരു സൊസൈറ്റിയിലും യോഗം ചേർന്നു എന്നുള്ളത് വെച്ച് അവിടെ എല്ലാം കൂടെ പാഞ്ഞെത്തി, മാധ്യമങ്ങളെല്ലാം കൂടെ പാഞ്ഞെത്തുകയായിരുന്നു. പാഞ്ഞെത്തിയപ്പോൾ അവർ പറയുന്നു ഇവിടെ യോഗമല്ല, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിരുന്നു. അന്ന് പറഞ്ഞാൽ അല്ല, യോഗ കൂടി നിങ്ങൾ UDF അല്ലേ, നിങ്ങൾ കോൺഗ്രസ്സുകാരനല്ലേ എന്നും മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവർ UDF-ഉം കോൺഗ്രസ്സും ആയാലുണ്ട് പകൽ വെളിച്ചത്തി മുറ്റത്തിരുന്നാണോ യോഗം ചെയ്യുന്നത്? അതിന് ഞങ്ങൾക്ക് വേറെ മുറികളുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സംഘടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അത് MLA ഓഫീസിൽ രാവിലെ യോഗം ചേർന്നു എന്ന് പറഞ്ഞു മാതൃഭൂമി എടുത്തിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം എല്ലാ രാഷ്ട്രീയ BJP വന്നാൽ BJP MLA ഓഫീസുമായിട്ട് യോഗം ചേർന്നു എന്ന് പറയാം, മാധ്യമങ്ങൾ വന്ന പ്രത്യേക അജണ്ടയിൽ യോഗം ചെയ്യും. ഇങ്ങനെ കൃത്യമായിട്ട് ഓരോന്നിനും നല്ല മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കുന്നത്. കൈരളി റിപ്പോർട്ടർ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്, ന്യൂസ് മലയാളം അതിനിടയ്ക്കൂടെ ചൊറിയുന്നുണ്ട്. പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി. അതിനിടയ്ക്ക് രാഹുൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പണ്ടും രാഹുൽ പറയുന്ന പിണറായി സർക്കാരിനെ നിലം പതിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് എനിക്കുള്ളത്. BJP-ക്ക് എതിരായിട്ട് നിൽക്കുക, BJP-ക്ക് ഈ പറയുന്ന ഏതൊക്കെ തരത്തിൽ UDF-നെ കോൺഗ്രസിനെ കേരളത്തിലടുത്ത ഭരണതലത്തിലേക്ക് കൊണ്ടെത്തിക്കാമോ അത് എൻ്റെ ഒരു നോട്ടം കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു കൈകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ കൊണ്ടാണ് എന്നോട് ഞാൻ അത് അത്രയും ചെയ്തിരിക്കും. അത് എനിക്ക് കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഇരിക്കണമെന്ന് പോലുമില്ല, ഞാൻ കോൺഗ്രസ് പ്രവർത്തകനായിട്ട് ഇരുന്നാൽ മതി എന്ന് രാഹുൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് രാഹുൽ മുന്നോട്ട് തന്നെയാണ്. ഇനി ശ്രീജ ചോദിച്ച ചോദ്യമുണ്ട്, യോഗം ചേർന്നതാണോ? യോഗം ചേർന്നത് തന്നെയാണ്. അത് ഈ പറയുന്നോണം രാഹുലിന് ഈ ഭ്രഷ്ടൊന്നും കളിപ്പിച്ചിട്ടില്ലല്ലോ. ഈ ഒരുമാതിരി എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്, എന്തെല്ലാം അഴിമതികൾ, ഇപ്പോൾ ശബരിമല വിഷയം, ഇവർക്കൊക്കെ എന്താ ഭ്രഷ്ട് കൽപ്പിക്കുന്നുണ്ടോ? പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം ഇത്രമാത്രം ഭ്രഷ്ട് കൽപ്പിക്കാൻ എന്താണ്? അങ്ങനെയാണെങ്കിൽ ഭ്രഷ്ട് കൽപ്പിക്കേണ്ടുന്നത് രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട പെൺകുട്ടികൾക്കെല്ലാം ഭ്രഷ്ട് കൽപ്പിക്കണം, അല്ലേ? ഇരുവരും ചേർന്നുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് ഒരാണിന് മാത്രം ഭ്രഷ്ട് കൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം ഒരു ഭാഗത്ത് നിന്ന് ഒരാളെ എടുത്തു പൊക്കുന്നു, മറുഭാഗത്ത് നിന്ന് ആളെ താഴ്ത്തിയിടുക എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. ഇനി ഇത്രമാത്രം ഭ്രഷ്ട് കൽപ്പിക്കാൻ വേണ്ടി ഒരു കേസ് പോലും ചുമത്തിയിട്ടില്ല, എല്ലാ ആരോപണങ്ങളാണ്. മുൻനിരയിൽ ഈ പെൺകുട്ടികൾ ആരും വന്നു നിൽക്കുന്നില്ല. ഇനി വന്നിട്ടുള്ള പെൺകുട്ടികളുടെയൊക്കെ പരാതി ഒരു പെറ്റി കേസായിട്ട് പോലും എടുക്കാനും പറ്റുന്നത്. ആ ഒരു തരത്തിൽ എന്തിനാണ് ഇത്രമാത്രം കോൺഗ്രസ് പോലും രാഹുലിന് ഭ്രഷ്ട് കൽപ്പിക്കുന്നത്? കാരണം രാഹുൽ ഇപ്പോൾ പാലക്കാട് അത്യാവശ്യമാണ്. കാരണം BJP ഇപ്പം പ്രശാന്ത് ശിവന്റെ ഒരു ഇത് വന്നതോടുകൂടി എല്ലാവർക്കും ഒരു ഹീറോയിസം ആവശ്യമാണല്ലോ. പക്ഷേ പ്രശാന്ത് ശിവൻ കാണിച്ചതിനോട് ഞാൻ എതിർക്കുന്നു. കാരണം അത്തരത്തിൽ വേണ്ടായിരുന്നു. ഈ ആശയപരമായിട്ട് എപ്പോഴും എതിരിടുന്നത് നല്ലതാണ്, പക്ഷേ ഈ കൈകേറ്റം അത്ര നല്ല ഒരു നേതാവിന് ചേർന്നതല്ല. അങ്ങനെയാണെങ്കിൽ തിരിച്ച് DYFIക്കും SFIക്കും തിരിച്ച് അതുപോലെ കൊടുക്കാമല്ലോ. ആശ്രയെ പറ്റി നമുക്കറിയാം, ആശ്രയ അത്ര മോശമൊന്നുമല്ല. ഈ പറയുന്ന രണ്ടുപേരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് പോകരുതായിരുന്നു. സഭ്യമായ ഭാഷ കൊണ്ട് നിങ്ങൾ ആശയത്തെ പോരാടുക എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ചെയ്യേണ്ടത്. അത് നമ്മൾ നേരത്തെയുള്ള ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്.
ഇവിടെ പ്രശാന്ത് ശിവൻ ഒരു ഹീറോ പരിവേഷം ഇപ്പം മൊത്തത്തിൽ എല്ലാവരും സോഷ്യൽ മീഡിയ അടക്കം അവർ പ്രചരിപ്പിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതിൽ അനുകൂലിക്കുന്നവരുമുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. ഏതായാലും ആഷയുടെ കയ്യിലിരിപ്പ് കാരണമാണ് കുറച്ചുകൂടെ പ്രശാന്ത് ശിവന് ആ ഒരു പരിവേഷം കിട്ടുന്നത്. അല്ലെങ്കിൽ ആഷ ഒരു കുറച്ച് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മറ്റേതെങ്കിലും ഒരു കുട്ടി നേതാവൊക്കെയാണ്, ഒരു അത്യാവശ്യം നല്ല സഭ്യമായ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രശാന്ത് ശിവന് എതിരായിട്ട് സോഷ്യൽ മീഡിയ ജനങ്ങൾ പ്രതികരിക്കത്തുള്ളൂ. പക്ഷെ ആഷ അത്ര നല്ല ഒരു കിട്ടേണ്ടതായിരുന്നു എന്നുള്ളൊരു ഇത് തിരിച്ചറിവ് ജനങ്ങൾക്കിടയിൽ ഉള്ളതുകൊണ്ട് അവരുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏതോ ഒന്നോ രണ്ടോ ഇത് അവരുടെ സൈബർ ഗ്രൂപ്പുകളിൽ മാത്രം ഇതിനു വേണ്ടി പ്രതികരിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എന്തുകൊണ്ടാണ് അവർ ഇപ്പം നമ്മുടെ ഷാഫിക്കെതിരെ വന്നപ്പോൾ എന്തെല്ലാം പ്രതികരണമാണ് നടത്തിയത്? യൂത്ത് കോൺഗ്രസ് ഇവിടെ അടിച്ചു നിരപ്പാക്കില്ല. എന്തുകൊണ്ടാണ് ആഷോയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ഇത് വന്നപ്പോൾ ഒരു SFI പ്രവർത്തനം പോലും പ്രവർത്തിക്കാത്തത്? അവർക്കറിയാം ഇത് കിട്ടേണ്ടതാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് അത് ഒരു വല്ലാത്ത പരിവേഷം പ്രശാന്ത് ശിവൻ ഇപ്പോൾ പാലക്കാടുണ്ട്. പാലക്കാടിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്, തമ്മിലടിയുണ്ട്. അതായത് ഒന്ന് കൃഷ്ണകുമാർ പക്ഷവും ഒന്ന് പ്രമീള പക്ഷമായിട്ട് മാറി. കൃഷ്ണകുമാർ പക്ഷത്തുള്ളവർക്കാണ് കൂടുതൽ സ്ഥാനാർത്ഥിത്വം കൊടുത്തത് എന്നുള്ള ഒരു വല്ലാത്ത ഒരു പ്രശ്നം അവിടെ രൂക്ഷമാകുന്നുണ്ട്. പ്രമീള പക്ഷത്തുള്ള നിരവധി പേർക്ക് അവർക്ക് വേണ്ടുന്ന അർഹിക്കുന്ന സ്ഥാനങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ള രീതി വന്നു. അതുകൊണ്ട് അവിടെ പരസ്പരം തമ്മിലാണ്. ഇതിനിടയ്ക്കാണ് രാഹുൽ അവിടെ വിളയാടുന്നത്. രാഹുൽ പലവിധ ഇപ്പം എനിക്കൊന്നും സ്മൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇപ്പോൾ 10 വീടുകളോളം പൂർത്തീകരിച്ചു. അത് ഒരു MLA ഫണ്ടും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ്. അവിടെ 100 വീടുകൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് രാഹുലിൻ്റെ മനസ്സിലുള്ളത്. അപ്പം അത് പ്രകടന പത്രികയിൽ എന്തൊക്കെ രാഹുൽ പറയുന്നുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് അക്കമിട്ട് ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം ജനങ്ങളുടെ ഇടയിൽ ഒരു ഓളം ഉണ്ടാക്കാൻ രാഹുലിന് കഴിയുന്നുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ അവസാന നിമിഷം മറ്റേ ക്ഷേമ പെൻഷൻ കൊടുത്തതുപോലെ രാഹുൽ ഇപ്പോൾ കൊടുക്കുന്ന ചില കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട്. മാത്രമല്ല രഥോത്സവം വരുന്നു, അതിനൊരു MLA എന്നുള്ള രീതിയിൽ ആദ്യം മുതലേ രാഹുൽ പാലക്കാട് ആ ഒരു അഗ്രഹാരങ്ങളിലൊക്കെ കയറി ഇറങ്ങുകയും അവരോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഒന്നാമത് രാഹുൽ ഒരു ദൈവവിശ്വാസിയും കൂടിയാണ്. പലപ്പോഴും ശബരിമലയൊക്കെ വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രാഹുൽ ഒരു ഹിന്ദു വോട്ടുകൾ നേടാൻ വേണ്ടി രാഹുലിന് ഒരു കഴിവുണ്ട്. കാരണം രാഹുലിൻ്റെ വിശ്വാസം, രാഹുലിൻ്റെ ചില രീതികൾ, ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില രീതികളൊക്കെ രാഹുൽ അവിടെ പ്രവർത്തന സജ്ജമാണ്. അപ്പോൾ ഓൾറെഡി രാഹുൽ അവിടെ ഒരു കോൺഗ്രസിന് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് KPCCക്ക് നന്നായിട്ട് അറിയാം. അതിന് പൂർണ്ണ പിന്തുണ KPCC നൽകുന്നുണ്ട്. അതിന് ഈ പറയുന്ന യോഗം ചേർന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പബ്ലിക്കായിട്ട് ചിലപ്പോൾ കുറച്ച് പേര് നിന്ന് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതില്ലാന്നില്ല. കോൺഗ്രസ് അവിടെ പരിപൂർണ്ണ സ്വാതന്ത്ര്യം രാഹുലിന് കൊടുത്തതിൻ്റെ വലിയ ഉദാഹരണമാണ് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും സപ്പോർട്ടിങ്ങും നമുക്ക്. അല്ല രാഹുൽ എന്നുള്ള MLAക്ക് സ്വതന്ത്രമായി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമാണ് രാഹുൽ ഇപ്പോൾ ചെയ്തത്. അതൊരു പക്ഷേ ഷാഫിയുടെ കൈകടത്തലുകൾ ഉണ്ടായിരിക്കാം, KCയുടെ കൈകടത്തലുകൾ ഉണ്ടായാൽ KPCCയുടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം. ഈ പറയുന്ന രാഹുൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കോൺഗ്രസ് എടുത്ത് ദൂരെ എന്ന് പറഞ്ഞിട്ടില്ല, എന്നെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി. ഞാനിപ്പോഴും കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ആള് തന്നെയാണ്. അപ്പോൾ സസ്പെൻഷൻ എപ്പോൾ പിൻവലിക്കുന്നു ആ സ്ഥാനങ്ങളെല്ലാം കിട്ടും. ഈ പറയുന്നോണെ എല്ലാ കാലത്തും അത് നിൽക്കട്ടെ. മിക്കവാറും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോഴത്തേക്ക് അതിന് ഇപ്പം നമ്മളൊന്ന് നോക്കിക്കുക. രാഹുൽ ആദ്യം ഒരു ചെറിയ ഒരു ഇനോഗ്രേഷന് പോകുന്നു, അവിടെ ആകെ പ്രശ്നമാകുന്നു. രണ്ടാമത് വന്ന് ആരെങ്കിലും അടങ്ങിയോ? മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ അവസാനം വേദി പങ്കിടേണ്ടെന്ന അവസ്ഥയുണ്ടാക്കി. പ്രശാന്ത് ശിവന് പോലും ഇപ്പോൾ വിമർശനം ഉയരുന്നത് ഇത്രയും കരുത്തനായ ജിമ്മനായിട്ടുള്ള ഒരു പ്രശാന്ത് ശിവനൊക്കെ അവിടെ ഉള്ളപ്പോൾ രാഹുൽ ഇത്രയും വിലസി നടക്കുന്നുണ്ട്. രാഹുലിന്റെ തന്റെ ഇടം എത്ര? അതെ, എന്തുകൊണ്ടാണ് പ്രശാന്ത് ശിവൻ രാഹുലിനെ അടിക്കുന്ന ചെല്ലാത്ത? എന്താ കാല് വെട്ടുമെന്ന് പറഞ്ഞവനല്ലേ, എന്താ ചെയ്യാത്തത്? മാത്രമല്ല മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ളവർ രാഹുലുമായി വേദി പങ്കിട്ടു. അപ്പൊ CPMന് രാഹുൽ ഒരു MLA ആയിരിക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം അവർക്ക് നേതാക്കന്മാർ അത്ര നല്ല ആൾക്കാരല്ല, അതുകൊണ്ട് അവർക്ക് അത് വിഷയമല്ല. പിന്നെ BJP ആദ്യമൊക്കെ ഒന്ന് ഒരു ഓളമൊക്കെ ഉണ്ടാക്കിയാലും BJP ആ കാര്യത്തിൽ അടങ്ങി. അപ്പൊ ആദ്യം ഒന്ന് ചെവിട് വെച്ചില്ല, വോട്ടകത്തിന് മറ്റേ ഇത് കൊടുത്തതുപോലെ ഇപ്പം രാഹുൽ അങ്ങ് കറക്റ്റ് MLA ആയിട്ട് നിൽക്കുന്നു. ഇനി അടുത്ത രാഹുലിന്റെ നീക്കം എന്ന് പറയുന്നത് നിയമസഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനി ഒരു 4-5 മാസത്തെ കാലാവധിയുണ്ട്. ഇതിനിടയിൽ പരോക്ഷമായിട്ട് നിൽക്കുക, കോൺഗ്രസിന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിന് പാർട്ടിക്ക് വേണ്ടി പരോക്ഷമായിട്ട് നിൽക്കുക. പിന്നീട് ആ സസ്പെൻഷൻ പിൻവലിക്കുന്നു. കേസ് ഇതുവരെ ഇല്ലല്ലോ, സസ്പെൻഷൻ പിൻവലിക്കുന്നു. പാർട്ടിയിൽ ഒരുപക്ഷെ സജീവമാക്കാനുള്ള തീരുമാനമായിരിക്കാം പാർട്ടിക്ക്. കാരണം അത്തരത്തിൽ വന്നാൽ ഒരു യുവ നേതാവാണ്. നമ്മൾ നോക്കൂ യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് നോക്കൂ. ഇപ്പം ജനീഷ് വന്നപ്പോൾ പോലും ഒരു വലിയ രാഹുൽ ഷാഫിയുടെ ഒരു യൂത്ത് കോൺഗ്രസിനെ തിരിച്ചെടുക്കുക ഇവർക്ക്
അവർക്ക് സാധിച്ചിട്ടില്ല. അതൊരു പക്ഷെ അബിൻ വിഭാഗമൊക്കെ തമ്മിലുള്ള ക്ലാഷ് ഇപ്പോഴും അതിനകത്ത് ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പം അതിപ്പോൾ കൃത്യമായിട്ട് KPCCക്കും ദേശീയ തലത്തിലൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ യൂത്തിനെ ഇനി ഒന്നുകൂടി ഏകോപിപ്പിക്കണം. പരോക്ഷമായിട്ടെങ്കിലും രാഹുൽ അവിടെ ഉണ്ടെങ്കിലേ പറ്റൂ. അതിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനവും രാഹുൽ. ഇപ്പം രാഹുലിൻ്റെ ശരീരഭാഷ ഇന്നലെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കാരണം ഇതിലെ പൊട്ടന്മാർ കുറേ രാഹുലിനെ ഇട്ട് വട്ട് കളിപ്പിച്ചു മാധ്യമങ്ങൾ. ശരിക്കും ഇപ്പം മാധ്യമങ്ങളെ രാഹുൽ വട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആണോ, യോഗം ചേർന്നോ, ഓക്കെ, അതിനെന്താ എനിക്കെന്താ UDF പ്രവർത്തകരുമായിട്ട് സംസാരിച്ചുകൂടെ, എനിക്കെന്താ കൂട്ടുകൂടിക്കൂടെ, എനിക്കെന്താ അവരുടെ വീട്ടിൽ സത്യമാണ് രാഹുൽ ചോദിക്കുന്നത്, ഞങ്ങൾ 10 പേരിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതൊക്കെ ഈ പറയുന്നോണം കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിനകത്തിരുന്ന് യോഗം കൂടുവാന്നേ നിങ്ങൾക്ക് പറയാം. പക്ഷേ പബ്ലിക്കായിട്ടിരുന്ന് യോഗം കൂടാം, ഞങ്ങൾക്കൊരു ചായ സൽക്കാരം നടത്താം. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ആരും കൽപ്പിച്ച്, ഞങ്ങൾ പേഴ്സണലി സത്യമല്ലേ. നാളെ ഇപ്പം ശിവൻകുട്ടിയായിട്ട് വേദി പങ്കിട്ട രാഹുലിന് എന്തുകൊണ്ട് UDF പ്രവർത്തകരുമായിട്ട് ഒരു ചായ കുടിച്ചുകൂടാ, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തുകൂടാ, രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചുകൂടാ എന്നൊരു ചോദ്യം രാഹുൽ തിരിച്ചു ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾ പൊട്ടന്മാരായിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയ കോമഡിയാണ് അവിടെ ഇന്നലെ സംഭവിച്ചത്. അവർക്ക് എന്ത് തിരിച്ച് ചോദിക്കണമെന്ന് അറിയില്ല, മറുപടിയില്ല. കൈരളിയൊക്കെ മാക്സിമം ചോദിക്കും, നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരോട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? നാളെ CPM പിണറായി വിജയൻ വന്നാൽ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? BJPയിലെ ആൾ വന്നാൽ മിണ്ട. ഇത് രാഹുൽ പറയുന്ന പല കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ MLA ആണ്, ഞാൻ ഇനി MLA അല്ലെങ്കിൽ കൂടി എനിക്ക് ഇവരോടൊക്കെ മിണ്ട, എനിക്കങ്ങനെ ഈ സംസ്ഥാനം ഭ്രഷ്ട് കൽപ്പിച്ചിട്ടില്ല, എനിക്കെതിരെ കേസില്ല എന്ന് ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഇനി അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ഇനി സജീവമാകണമെന്ന് പാർട്ടി പറയുകയാണെങ്കിൽ ഞാൻ സജീവമാകും. എന്നാണോ എൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുന്നത് ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാകും എന്ന് പറയുന്നിടത്ത് മാധ്യമങ്ങൾക്കൊന്നും പറയാനില്ല. എനിക്കെതിരെ കേസ് അന്വേഷിക്കൂ, എന്തിയെ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കും. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇത് ഇട്ട് വരുന്നത് പിണറായിക്കും ക്രൈംബ്രാഞ്ചിനും ഇട്ടായിരിക്കുമെന്ന്. ഇപ്പം എന്തായി? കേസ് അന്വേഷിക്കൂ. നിങ്ങളുടെ പിണറായിയുടെ സർക്കാരാണ് കേസ്, ഞങ്ങളുടെ പോലീസല്ല നോക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ പോലീസാണ് അന്വേഷണം വരുത്തുന്നത്, ഞാനല്ല നോക്കുന്നത്. അന്വേഷണം അവിടം വരെ. അപ്പം നാളെ കോൺഗ്രസും ചോദിക്കുന്ന ഒരു പാർട്ടിയുണ്ട്, ഇത്രയും മാസമായി കേസില്ല, ഒരു ലോക്കൽ പെറ്റീഷൻ പോലും സമർപ്പിക്കാൻ കഴിയാത്തടുത്ത് രാഹുലിനെ എന്തിനും ഞങ്ങൾ മാറ്റി നിർത്തണം എന്ന് തിരിച്ചു കോൺഗ്രസ് ചോദിച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. കോൺഗ്രസ് വളരെ വേഗത്തിൽ ആ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് തന്നെയായിരിക്കും നല്ലത്. അല്ല, പാലക്കാട് ഇപ്പോൾ അവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുക ആണെങ്കിൽ അത് രാഹുലിന്റെ വിജയം കൂടിയാണ്. അതിനു വേണ്ടി കൂടിയാണ് രാഹുൽ അത് പ്രയത്നിക്കുന്നത്. കാരണം അവിടെ ഒരു വിജയം ഉണ്ടായാൽ പൊതുവെ വരുന്ന ഒരു സംഗതിയുണ്ട്, ജനത്തിന് രാഹുൽ അല്ലെ കോൺഗ്രസിനെ രാഹുലിന്റെ വിഷയം എഫക്റ്റ് ചെയ്തിട്ടില്ല. ജനം നൽകുന്ന ഒരു നീതിയുണ്ട്. അതാണ് പാലക്കാട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പ്ലേസ് ചെയ്യുന്നത് പാലക്കാടായിരിക്കും. കാരണം രാഹുലിന്റെ വിഷയം ജനം എങ്ങനെയാണ്, നമ്മളൊക്കെ ഇരുന്ന് പറയുമ്പോൾ കമന്റുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇത് സൈബർ ഇടങ്ങളിലെ രാഹുലിന്റെ സൈബർ പോരാളികൾ നടത്തുന്ന പോരാട്ടം എന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് ബാലറ്റ് പെട്ടികളിൽ കുത്തുന്നത് ശരിക്കും ജനഹിതമാണ് കുത്തുന്നത്. അപ്പൊ രാഹുൽ പാലക്കാട് ജയിക്കുന്നതിന്, ഇനി ഒരു 2ാം വട്ടം ജയിക്കുന്നതിന് തുല്യമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം സീറ്റ് കോൺഗ്രസ് കൈവരിക്കുന്നു എന്നുള്ളത്. അതിപ്പോൾ ശരിക്കും ഒരു പോസിറ്റീവായിട്ടാണ്. BJPയിലെ തർക്കം കൂടി ഇപ്പോൾ കോൺഗ്രസിന് ഒരു, മാത്രമല്ല പ്രമിള പക്ഷത്ത് അത്ര അവരെ ചെറുതാക്കിയൊന്നും കാണാൻ പറ്റത്തില്ല. അവരുടെയൊക്കെ അവരെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുടെ വോട്ടുകളൊക്കെ കോൺഗ്രസിലോട്ട് മറിയാൻ സാധ്യതയുണ്ട്. CPMയിലോട്ട് പോകത്തില്ല, കോൺഗ്രസിലോട്ടേ പോകും. കാരണം ശബരിമല വിഷയം നിൽക്കുന്നുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ പാലക്കാട് ഹിന്ദുമത വിശ്വാസികൾ ഒരു ഭാഗത്ത് അങ്ങോട്ട് സാധാരണ ആൾക്കാരാണ്, അവർ ഏറ്റവും കൂടുതൽ ഹിന്ദുമത വിശ്വാസികളാണ്. ആ വോട്ട് ഒരിക്കലും CPMന് ഇനി പോകത്തില്ല. BJPയിൽ തർക്കമുള്ളതുകൊണ്ട് അതിനി പോകുന്നെങ്കിൽ കോൺഗ്രസിനെ ഉള്ളൂ. മാത്രമല്ല രാഹുൽ ഇപ്പോൾ രഥോത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ല രീതിയിൽ അവിടെ പ്രവർത്തനം നടത്തും. അപ്പോൾ കുറച്ചുകൂടി ബ്രാഹ്മിൺസ്, അങ്ങനത്തെ തമിഴ് ബ്രാഹ്മിൺസ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെയൊക്കെ കുറെ കൂടി വോട്ടുകൾ ഈ പറയുന്നോണം കോൺഗ്രസിലേക്ക് വരാൻ രാഹുൽ പറയുന്ന ആളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ പറയുന്ന ആളിലേക്ക്, കാരണം അത്രമാത്രം രാഹുൽ അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ KPCCക്കും ദേശീയ തലത്തിലും മനസ്സിലായിട്ടുണ്ട്. പെതുക്കെ രാഹുലിനെ തിരിച്ച് കോൺഗ്രസിലേക്ക്, കാരണം ആയുഷ്കാലം മൊത്തം മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല. അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു KC പക്ഷത്തോട്ടൊക്കെ നിന്നുകൊണ്ട്, മറ്റൊരു ഗ്രൂപ്പിലേട്ടൊക്കെ നിന്നുകൊണ്ട് കോൺഗ്രസ് സജീവമാകാനാണ് സാധ്യത. ആ ഗ്രൂപ്പിലേക്ക് മാറുകയാണെങ്കിൽ UDFനോട് ചോദിക്കാൻ പറ്റത്തില്ല, അത് അവരുടെ ഗ്രൂപ്പ് KC വേണുഗോപാൽ പക്ഷേ അല്ലെങ്കിൽ I ഗ്രൂപ്പ് എടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഓരോ ഗ്രൂപ്പും പറഞ്ഞ് ഞങ്ങൾക്ക് അതിലൊന്നും പറയാനില്ല, അത് അവരുടെ തീരുമാനമാണ്. ഞങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രധാന ഇതിൽ നിന്നും രാഹുലിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ I ഗ്രൂപ്പ് എടുത്ത് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാണ്?
ഗ്രൂപ്പുകളിലോട്ട് ചേക്കാറല്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ധാരണയിലായിരിക്കും ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. പക്ഷെ പാലക്കാട് രാഹുലിന് ആവശ്യമുണ്ട്. അത് ഇന്നലെ ശരിക്കും യോഗം തന്നെയാണ് ചേർന്നത്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് രാഹുൽ തന്നെ ഇൻഡയറക്റ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തെല്ലാം സംസാരിക്കാനുണ്ട്, ഞാനൊരു ജനപ്രതിനിധിയാണ്, എന്നെ ജയിപ്പിച്ചു വിട്ടത് കോൺഗ്രസിനോട് അനുഭാവമുള്ള ആൾക്കാരാണ്, ജനങ്ങളാണ്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ചങ്ക് പറിച്ചിരുന്ന നേതാക്കന്മാർക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടേ എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് പരോക്ഷമായിട്ട് നിന്നുകൊണ്ട് അവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ട് യോഗം ചേർന്നു എന്നുള്ളത്. യോഗം മീൻസ് അവർക്ക് പബ്ലിക്കായിട്ട് അത് നിൽക്കാമല്ലോ, ആരും കാണാത്ത ഒരു സ്ഥലത്ത് ഇരിക്കാമല്ലോ, ഈ കെട്ടിടങ്ങൾ വേണമെന്നില്ലല്ലോ, ഒരാളിന്റെ തറയായാലും മതി. തീർച്ചയായിട്ടും. എന്തായാലും രാഹുൽ വീണ്ടും സജീവമാകുമ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഒന്ന് ഉടക്കി നിൽക്കുന്ന സതീശൻ മാറിയാൽ തന്നെ കോൺഗ്രസിന്റെ ഭാവിയിൽ കുറച്ചുകൂടി സന്തോഷിക്കാനുള്ള വകയുണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും രാഹുൽ കണക്കിന് കൊടുത്തു തുടങ്ങി. ഇനി രഹസ്യമല്ല പരസ്യമായി തന്നെ കോൺഗ്രസിലേക്ക് വരാനുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് വ്യക്തമാവുകയാണ്. തീർച്ചയായും മറ്റു വാർത്തയുമായി കാണാം. നമസ്കാരം.